പ്രധാനമന്ത്രി വരവേൽക്കാൻ പാലക്കാട് നഗരം അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലായി കഴിഞ്ഞു. ജനസാഗരമാണ് അല്പസമയത്തിനകം തന്നെ പാലക്കാട് നഗരത്തിലേക്ക് എത്തിച്ചേരുക. ഇപ്പോൾ തന്നെ അനവധി പ്രവർത്തകരും സാധാരണക്കാരായ ആൾക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ റോഡ് ഷോ കടന്നു പോകുന്ന സുൽത്താൻപേട്ട ആ ഭാഗത്ത് നിന്നും കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, നേരത്തെ മനോജ് പറഞ്ഞതുപോലെ തന്നെ അരുൺ കൊടുങ്ങൂരും അരുൺ ആലത്തൂരും ഒപ്പം സോണൽ കൃഷ്ണയും പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം ആവേശത്തിലാണ് പാലക്കാട് നഗരം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് അവിടേക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം പ്രവർത്തകർ, 1.5 ലക്ഷത്തോളം ആൾക്കാർ, 1.5 ലക്ഷത്തോളം ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ആഘോഷയുടെ ഭാഗമാകാൻ അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പുലർച്ചെ തന്നെ എഴുന്നേറ്റ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രധാനമന്ത്രിയെ കാണാൻ അവിടേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയുമാണ്. അവിടെ സുൽത്താൻപേട്ടയിലും റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലും അത്രത്തോളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണോ കിരൺ? KP, നേരത്തെ നമ്മളുടെ പല പോയിന്റുകളിലുള്ള പ്രതിനിധികൾ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള കാഴ്ചയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതായത് നിരവധി ആളുകളാണ് പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. റോഡിൻ്റെ ഇരുവശത്തും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ SPGയുടെ ഉദ്യോഗസ്ഥരടക്കമുള്ള വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട് നിരവധി ആളുകൾ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് BJP പ്രവർത്തകരെല്ലാം തന്നെ അണിനിരന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്തരത്തിൽ ആളുകളുടെ പ്രതികരണങ്ങൾ തന്നെ തിരക്കാം. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഈ പാലക്കാട് തന്നെ. എങ്ങനെയാണ് പ്രധാനമന്ത്രി ഇവിടെ വരികയാണ്, എത്രമാത്രം ആവേശമുണ്ട്? നല്ല ആവേശം. എന്തായാലും ആ റോഡ് ഷോ പാലക്കാട് ഫസ്റ്റായിട്ട് വരികയാണ്. വളരെ സന്തോഷം. കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ എന്തായാലും അരമണിക്കൂർ വന്നിട്ട് എത്ര മണിയാലും കണ്ടിട്ട് പോകുള്ളൂ. ഏതായാലും KP, ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ ഇനിയുമുണ്ട് സമയം. 10:15 കൂടി മാത്രമായിരിക്കും അദ്ദേഹം ഏതായാലും പാലക്കാടേക്ക് എത്തുക. ഇനിയും മണിക്കൂറുകളുണ്ട്. എന്നിരുന്നാൽ പോലും വലിയൊരു ആവേശത്തോടു കൂടി തന്നെയാണ് ആളുകളെല്ലാം തന്നെ ഇപ്പോഴും കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്ര വൈകിയാൽ പോലും ഏതായാലും പ്രധാനമന്ത്രിയെ കണ്ടിട്ടേ പോകൂ എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് അല്ലേ? എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി? കണ്ടേ പറ്റൂ. നമുക്ക് ആഗ്രഹമല്ലേ പ്രധാനമന്ത്രി കാണണം എന്നൊക്കെ. ഇവിടുത്തെ കൊയ്യാൻ പറഞ്ഞു വരണം. ഈ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സന്ദർശനമാണ് പാലക്കാട്. നേരത്തെ വന്നിട്ടുണ്ട്. റോഡ് ഷോ ആദ്യമായിട്ടുണ്ട് പാലക്കാട്. ആദ്യമായിട്ടാണ് ഞാൻ. ഓക്കെ, ഏതായാലും KP, അവർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റോഡ് ഷോ പാലക്കാട് നടക്കുന്നത് ആദ്യമായിട്ടാണ്. അദ്ദേഹത്തിന്റെ ഈ യാത്ര, ഈ റോഡ് ഷോ, ഇത് ഏതായാലും വലിയൊരു ആവേശമാക്കി മാറ്റാൻ തന്നെയാണ് പാലക്കാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കിരണിലേക്ക് എത്താം. കിരണിലേക്ക് വളരെ വേഗം എത്താം. ഇപ്പോൾ മനോജ് MSc കോളേജ് ഗ്രൗണ്ടിന്റെ പരിസരത്ത് നിന്നും ചിരിക്കുകയാണ്. മനോജ്, അല്പസമയം മുമ്പ് മനോജ് പറഞ്ഞതുപോലെ തന്നെ 10:15 തന്നെയാണ് പ്രധാനമന്ത്രി അവിടേക്ക് എത്തിച്ചേരുക. കൃത്യം 10:15 തന്നെ അദ്ദേഹം ഈ MSc കോളേജ് ഗ്രൗണ്ടിലേക്ക് ഹെലികോപ്റ്ററിൽ ഇറങ്ങും. അവിടെ നിന്നും റോഡ് മാർഗം മഞ്ചുവിളക്കിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പം അവിടെ നിന്നുള്ള ആവേശക്കാഴ്ചകളും എത്രത്തോളമാണ്, ഏത് തരത്തിലുമാണ്? തീർച്ചയായും KP, 10:15 കൂടി തന്നെയാണ് പ്രധാനമന്ത്രി ഈ മേഴ്സി കോളേജ് മൈതാനത്തിലേക്ക് എത്തിച്ചേരുക. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നമുക്ക് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മേഴ്സി കോളേജിൽ ഹെലിപ്പാഡിന് മുൻവശത്താണ്. അവിടെയൊക്കെ തന്നെ ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ വേണ്ടി ആ ലൈനപ്പിന് വേണ്ടിയിട്ടുള്ള മറ്റ് BJP നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്രത്തോളം ആവേശത്തിലാണ് പാലക്കാട്? 100% പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആവേശമാണ് ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എങ്ങനെയാണ് അകത്തെ സജ്ജീകരണം? അതായത് ലൈനപ്പിന് വേണ്ടിയിട്ട് എത്ര പേരാണ് ഇവിടെ? ലൈനപ്പിൽ ഇപ്പോൾ ഏകദേശം 22 പേരാണ് ലൈനപ്പിൽ റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. നിലവിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഡിസ്ട്രിക്ട് കളക്ടർ, ചെയർപേഴ്സൺ, അതുപോലെ SP എല്ലാവരും ഉൾപ്പെടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർമാർ ഉൾപ്പെടെ എല്ലാവരും ചേർന്നിട്ടാണ് 22 പേരുള്ളത്. ലൈനപ്പിനായിട്ടുള്ള എല്ലാവരും ഇപ്പോൾ ഹെലിപ്പാഡിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. താങ്കളും ലൈനപ്പിൽ പങ്കെടുക്കാനുള്ളതാണ്? അതെ, തീർച്ചയായും ഞാൻ ലൈനപ്പിൽ പങ്കെടുക്കേണ്ട ആളാണ്. അപ്പോൾ COFിനാണ് എനിക്ക് പെർമിഷൻ ഉള്ളത്. അത് റിസീവിങ്ങിനാണ് ഇപ്പോൾ ഉള്ളിൽ നിലവിൽ എല്ലാവരും ലീഡർമാരെല്ലാം ഉള്ളിൽ പോയിട്ടുള്ളത്. റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്.
തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം പാലക്കാടിനെ മാറ്റത്തിലേക്കുള്ള ആ ഒരു മാറ്റത്തിന്റെ ചരിത്രം കുറിക്കുമെന്നുള്ള സംശയമുണ്ടോ? 100% അതെന്താ സംശയിക്കാനുള്ള ഒരു ഇടയേ ഇല്ല. കാരണം നമ്മുടെ പാലക്കാട് വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മൾ ആദ്യം 66,000 ആണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം 2,18,000 ലാസ്റ്റ് ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ളത്. 100% ഇപ്രാവശ്യം പാലക്കാട് താമര ലോക്സഭാ മണ്ഡലം താമര വിരിഞ്ഞിരിക്കും, ഒരു സംശയവുമില്ല. ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്നും എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് ഈ ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്? കഴിഞ്ഞ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചത് മുതൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ഓരോ പ്രവർത്തകരും അതേപോലെ തന്നെ നേതാക്കളും ഈ നിമിഷം വരെ ഉറങ്ങിയിട്ടില്ല. റോഡ് ഷോ വമ്പൻ വിജയിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ പബ്ലിക്കിൻ്റെ ഭാഗത്ത് വളരെയധികം ആഘോഷപരമായിട്ടുള്ള ഒരു ഉത്സവം പോലെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പാലക്കാട് വരുന്നതിനെ കാണുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ബാരിക്കേഡെല്ലാം ഓൾമോസ്റ്റ് ഫില്ലാവുന്ന കണ്ടീഷനാണ് ഉള്ളത്. തീർച്ചയായും പ്രധാനമന്ത്രി 10:15 ഇവിടെ മേഴ്സി കോളേജ് മൈതാനത്തിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നിന്നും കുറച്ച് ദൂരം മാത്രമാണ് ഈ കോട്ട മൈതാനത്തേക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റോഡിന് ഇരുവശവും ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട്? ഈ സുരക്ഷാ സംവിധാനങ്ങൾ പാർട്ടി നേതാക്കളൊക്കെ ഇത് വിലയിരുത്തുന്ന സമയത്ത് സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെലിപ്പാഡ് ഇറങ്ങുന്നത് താങ്കൾക്ക് തന്നെ ഈ ദൃശ്യം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പോലീസ് ഓഫീസേഴ്സ് മുതൽ SPG ഉൾപ്പെടെയുള്ളവർ ഇവിടുന്ന് ത്രൂ ഔട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ പ്രോഗ്രാം റോഡ് ഷോ അവസാനിക്കുന്നതുവരെയും SPGയുടെയും അതേപോലെ തന്നെ SPയും DIG IG കൺട്രോളിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളണ്ടിയേഴ്സ് ഹെൽപ്പേഡ് മുതലും ഈ പ്രോഗ്രാം അവസാനിക്കുന്നവരെയും ഫുള്ളും വളണ്ടിയേഴ്സും BJP നേതാക്കളും അനുഗമിക്കുന്നുണ്ട്. തീർച്ചയായും അത്രയധികം സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാണ്. അതോടൊപ്പം തന്നെ പ്രവർത്തകരും ആവേശത്തിൽ തന്നെയാണ്. അദ്ദേഹത്തെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഓരോരുത്തരും അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി ആ ലൈനപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവരൊക്കെ തന്നെ പങ്കുവച്ചതുപോലെ പാലക്കാട് ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം അതിലേക്ക് വഴിയൊരുക്കുകയാണ്. ആ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടെന്ന് അറിഞ്ഞ ആ സമയം മുതൽ തന്നെ ഇന്ന് വരെ പ്രവർത്തകർ മറ്റ് വിശ്രമങ്ങളൊന്നുമില്ലാതെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ ഒരു റോഡ് ഷോ വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെയും ഈ റോഡ് ഷോയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വലിയൊരു സ്വീകരണം ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം BJP നേതൃത്വം ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ പോലീസിൻ്റെയും SPGയുടെയും ഒക്കെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമാണ്. അതിലൊക്കെ തന്നെയാണ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം 22 പേരെ ഈ BJP നേതൃത്വത്തിൽ നിന്നുള്ളവരെയൊക്കെ ഈ ഒരു ഹെലിപ്പാഡിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ പ്രാരംഭ ഘട്ടമെന്നുള്ള നിലയിൽ അവർക്കൊക്കെ പാസുകൾ നൽകിയിട്ടുണ്ട്. ആ പാസുകളൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇവിടെ നിന്നും ഉദ്യോഗസ്ഥർ അവരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഓരോരുത്തരും കൃത്യമായും പരിശോധിച്ച ശേഷം അവർക്ക് നൽകിയിട്ടുള്ള ആ ഒരു പാസൊക്കെ കൃത്യമായും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനകളും നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് കൃത്യമായും അത് വിലയിരുത്തിയതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി വീണ്ടും പാലക്കാടേക്ക് എത്തുന്ന സമയത്ത് അത് കർശനമായിട്ടുള്ള ഒരു സുരക്ഷ പോലീസിൻ്റെയും SPGയുടെയും ഒക്കെ ഭാഗത്തു നിന്നുമുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഓരോ ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വളരെയധികം ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരും. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണമൊക്കെ ശക്തമാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ്? വളരെയധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന വലിയൊരു മഹത്തായ സംഭവമാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകമൊട്ടുക്കും ശ്രദ്ധിക്കുന്ന ഭാരത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പാലക്കാട്ടിലേക്കുള്ള വരവ് വളരെയധികം ജനങ്ങളെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണത്. ഇന്ന് കാണുന്ന ഒരു ജനനിബിഡമായ ഒട്ടനവധി ആൾക്കാർ ഇപ്പം തന്നെ രാവിലെ ഇവിടെ ലൈനപ്പായി എന്നുള്ളതാണ്. തീർച്ചയായും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി എന്തൊക്കെയാണ് ഇതിന്റെ മറ്റ് ക്രമീകരണം? അതായത് സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി വരുന്നത് എത്രത്തോളം ആവേശമാണ്? ഒരുപാട് ആവേശം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ആവേശത്തിലാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ കാണാനായിട്ട്. നേരത്തെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിട്ടുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രാവശ്യം വീണ്ടും പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടുകയാണ്. അത്
ഏറ്റവും നല്ലൊരു സന്തോഷമുണ്ട് അതിന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷത്തിലാണ്. ഏകദേശം 10:15 പ്രധാനമന്ത്രി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുവാൻ പോവുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ? എന്താണ് ഇപ്പോൾ ഈ ഒരു മനസ്സിൽ തോന്നുന്നത്? തീർച്ചയായും വളരെയധികം സന്തോഷം തോന്നുന്നു. എന്താ വെച്ചാൽ പോയ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അടുത്ത് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എന്തായാലും നമ്മളെ കൗൺസിലറായതിൽ വളരെ സന്തോഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ നമ്മുടെ ഏറ്റവും ആരാധിക്കുന്ന ഒരു നരേന്ദ്രമോദിജിയെ കാണാൻ അവസരം കിട്ടിയതിൽ BJPയുടെ എന്താ പറയുക, നമ്മുടെ ഈ താമര ഇതിൽ നിന്ന് ജയിച്ചതിന് വളരെയധികം അഭിമാനം തോന്നുന്നു. വളരെയധികം സന്തോഷം തന്നെയാണ് എല്ലാവർക്കും. അതുപോലെ തന്നെയാണോ? വളരെയധികം ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ. വളരെ ആവേശത്തോടെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് കോവിഡ് സമയത്ത് അന്ന് കാണാൻ പറ്റില്ല എന്ന് ഭയങ്കര ദുഃഖമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു വലിയൊരു പ്ലസ്സായി നമുക്ക് കുറച്ചും കൂടെ ക്ലോസായി കാണാൻ പറ്റുന്നുള്ള വളരെ സന്തോഷമുണ്ട്, അഭിമാനം തോന്നുന്നു. തീർച്ചയായും അഭിമാനം തോന്നുകയാണ്. അതോടൊപ്പം തന്നെ പ്രവർത്തകരും വലിയ ആവേശത്തിൽ തന്നെയാണ്. റോഡിന് ഇരുവശവും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്നും പ്രധാനമന്ത്രി കാണുവാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരു അവസരം, അതായത് ഹെലിപ്പാഡിൽ നിന്നും അദ്ദേഹം പാലക്കാടേക്ക് എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു അവസരം കൊടുക്കട്ടെ? അത് ഞങ്ങളുടെ പാർട്ടിയിലത്തെ വലിയ വലിയ ആൾക്കാരാണ് ഞങ്ങൾക്ക് അവസരം തന്നത്. പക്ഷേ ഞാൻ ഈ BJPയിലെ കൗൺസിലായതും വലിയൊരു കാര്യമാണ്. പിന്നെ മോദിജിനെ അടുത്ത് കാണാൻ പറ്റിയതും ഏറ്റവും വലിയ സന്തോഷമാണ്. തീർച്ചയായും പാലക്കാട് ജനങ്ങളെ സംബന്ധിച്ചോളം ലോകാരാധ്യനായ പ്രധാനമന്ത്രി ഇന്ന് അവർക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. ഈ അവസരം പാലക്കാട് സമീപ പ്രദേശത്തിലെ ജനങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നുള്ള യാതൊരു സംശയമില്ല. കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം എല്ലാവർക്കും ആരാധ്യ പുരുഷനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണുക എന്നുള്ളൊരു അവരുടെ ജീവിത അഭിലാഷമായിട്ട് കണക്കായിക്കൊണ്ട് പാലക്കാട് സമീപ പ്രദേശത്തിലെ ജനങ്ങൾ മുഴുവൻ ഇന്ന് പാലക്കാട് നഗരത്തിനെ കേന്ദ്രീകരിച്ച് ഇവിടെ സന്നിഹിതരായും അദ്ദേഹത്തിൻ്റെ ഒരു നേർക്കാഴ്ചയ്ക്ക് വേണ്ടി, ആ അസുലഭ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വളരെയധികം ആവേശത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും തന്നെയാണ് പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രിയെ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക. അദ്ദേഹം ഈ മെഴ്സി കോളേജ് മൈതാനത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകളാണ്. അവരൊക്കെ തന്നെ കൃത്യമായും എല്ലാവിധ പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഹെലിപ്പാഡിലേക്ക് കയറുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും 10:15 പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിന് ലഭിക്കുക വലിയ ഒരു സ്വീകരണം തന്നെയായിരിക്കും. അത് കഴിഞ്ഞാണ് റോഡ് ഷോ നടക്കുക. ആ റോഡ് ഷോയിലും വൻ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു ആവേശോജ്വലമായിട്ടുള്ള ഒരു റോഡ് ഷോ തന്നെയായിരിക്കും. എന്തായാലും പാലക്കാടിൻ്റെ മണ്ണ് ഈ നമ്മളൊക്കെ കാണുന്നത് പോലെ തന്നെ വളരെയധികം ആവേശത്തിലാണ്. ഇവിടെയൊക്കെ കൗൺസിലർമാരൊക്കെയാണ് ഈ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. അവരൊക്കെ തന്നെ അവരുടെ കൈകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ പാസുകളൊക്കെ ഉണ്ട്. പ്രധാനമന്ത്രിയെ സ്വീകരിച്ചുകൊണ്ട് എന്തായാലും ആദ്യം സ്വീകരിക്കുവാൻ അവസരം കിട്ടുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ മെഴ്സി കോളേജ് മൈതാനത്ത് ഇറങ്ങുമ്പോൾ ആ ഒരു അവസരം എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വരവാണ്. തീർച്ചയായിട്ടും പാലക്കാട് നഗരം തന്നെ ഒരു ആഘോഷമാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒരുപോലെ നിൽക്കുന്നത്. പാലക്കാടൻ ചൂടൊന്നും വകവയ്ക്കാതെ തന്നെ എല്ലാവരും നിരത്തുകളിൽ ഇറങ്ങി അദ്ദേഹത്തെ ഒരു നോക്കു കാണുവാൻ, ആ ഒരു എന്താ പറയുക, ആരാധ്യനായ പ്രധാനമന്ത്രി നേരിൽ കാണുവാൻ എല്ലാവരും സജ്ജമായിരിക്കുകയാണ്. തീർച്ചയായും പാലക്കാടിന് ഒരു മാറ്റം, അത് ഈ ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് വളരെയധികം ജനങ്ങളെ സ്വാധീനിക്കുന്ന, കാരണം പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നത് നാട്. അത്തരത്തിൽ പാലക്കാട് മാറ്റത്തിലേക്കുള്ള പാതയിൽ തന്നെയാണ്. തീർച്ചയായും. കാരണം അദ്ദേഹം ഒരു പ്രധാനമന്ത്രി ആയതിനു ശേഷം 2015 ശേഷം തന്നെ പാലക്കാട് നിരവധി അമൃത് പദ്ധതി പോലുള്ള നിരവധി പദ്ധതികൾക്ക് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ വികസനമാണ് ഇന്ന് പാലക്കാട് നഗരം മുഴുവൻ അലകൊണ്ടിരിക്കുന്നത്. നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പദ്ധതികളെല്ലാം അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട്. തുടർന്നും അദ്ദേഹം എന്തായാലും പ്രധാനമന്ത്രിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ തീർച്ചയായും പാലക്കാട് കൃഷ്ണമാറായിട്ടനാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ കൃഷ്ണമാറായിട്ടൻ നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു സംശയവുമില്ല.
തീർച്ചയായും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഓരോ പ്രവർത്തകരും അതുപോലെ തന്നെ കൗൺസിലർമാരും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാലക്കാടിലേക്ക് എത്തുമ്പോൾ വളരെ വലിയൊരു സ്വീകരണം അദ്ദേഹത്തിന് നൽകും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം പാലക്കാടിനെ മാറ്റത്തിലേക്ക് തന്നെയായിരിക്കും നയിക്കുക. അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ജനക്ഷേമ പദ്ധതികൾ അതോടൊപ്പം തന്നെ മറ്റ് വികസന പദ്ധതികളൊക്കെ തന്നെ പാലക്കാടൻ ജനത അംഗീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു തെളിവ് കൂടിയാണ് ഇന്ന് നടക്കുന്ന ഈ റോഡ് ഷോയിലുള്ള ജനപങ്കാളിത്തം. എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പുതുചരിത്രം രചിക്കുവാൻ പോകുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDAയുടെ സ്ഥാനാർത്ഥി വളരെയധികം ശക്തനായി തന്നെ മുന്നേറുകയാണ്. പ്രചാരണ രംഗത്തൊക്കെ തന്നെ സജീവ സാന്നിധ്യമായി മാറിക്കൊണ്ട് നിരവധി അധികം ഈ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും പിന്തുണയോട് കൂടി തന്നെയാണ് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിന് വേണ്ടി അദ്ദേഹത്തെ സ്വീകരിക്കുവാനുള്ള ആദ്യഘട്ട തയ്യാറെടുപ്പുകൾ, അതായത് ഈ ലൈനപ്പിലേക്ക് നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ കൃത്യമായും പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവരൊക്കെ കൗൺസിലർമാരാണ്. ഇവരൊക്കെ കൃത്യമായ പരിശോധന കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു ഹെലിപ്പാഡിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കുവാനുള്ള ഒരു സന്തോഷമൊക്കെ തന്നെ നമുക്ക് അവരുടെ മനസ്സുകളിൽ അവരുടെ മുഖത്തൊക്കെ കാണുവാൻ വേണ്ടി സാധിക്കും. അവരും ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ച് നമ്മളോട് അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും വളരെ ആവേശത്തിൽ തന്നെയാണ് പാലക്കാടും അതുപോലെ തന്നെ കേരളവും. കാരണം പ്രധാനമന്ത്രി ഓരോ ജില്ലയിലേക്ക് വരുമ്പോഴും അത് കേരളത്തിലൊട്ടാകെ തന്നെയുള്ള BJP പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ മറ്റ് ജനങ്ങൾക്കുമൊക്കെ ആത്മവിശ്വാസം നൽകുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ആ ഒരു വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു സന്ദർശനമായിരിക്കും പ്രധാനമന്ത്രിയുടേത്. റോഡ് ഷോ ആരംഭിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 10 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുക. യെസ്, മേഴ്സി കോളേജ് പരിസരത്തിൽ നിന്നും മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.